10th CBSE chapter 5 arithmetic progression ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ arithmetic progression ഒരു പുതിയതായിട്ട് കേൾക്കുന്ന ടേം ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോകണമെങ്കിൽ ആദ്യം നമ്പേഴ്സ് എന്താണ് നോക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ഒക്കെ നിൽക്കാറിയാം. 1 മുതൽ സ്റ്റാർട്ട് ആവും, ഹോൾ നമ്പേഴ്സ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈവൻ നമ്പേഴ്സും നമുക്ക് ഓഡ് നമ്പേഴ്സും ഉണ്ട്. ഈവൻ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ വരും. അതേപോലെ തന്നെയാണ് ഓഡ് നമ്പേഴ്സും വരും. ഓഡ് നമ്പേഴ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഓഡ് നമ്പേഴ്സ് നമുക്ക് 1, 3, 5, 7 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ ഇതിൽ നമ്മൾ സിമിലർ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ എന്താണ്? 2 കഴിഞ്ഞ് 4 ആണ്, 4 കഴിഞ്ഞ് 6 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ഡിഫറൻസ് പറയുന്നത് എന്താണ്? 2 ആണ്. ഡിഫറൻസ് പറയുന്നത് 2 ആണ്. 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്ക് ഡിഫറൻസ് 2 ആണ്, 6ൻ്റെയും ഇടയ്ക്ക്. അതേപോലെ തന്നെയാണ് ഈ ഓഡ് നമ്പേഴ്സിൽ നമുക്ക് ഡിഫറൻസ് വരുന്നത് 2 ആണ്. അപ്പോൾ അതായത് സിമിലർ പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. സപ്പോസ് നിങ്ങൾ 10 കുട്ടികളാണ്, അപ്പോൾ ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ മന്ത് ഒരു 10 rupees നിങ്ങൾ സേവ് ചെയ്യാം. സെക്കൻഡ് മന്ത് സപ്പോസ് നിങ്ങൾ ഒരു 20 rupees സേവ് ചെയ്യും. തേർഡ് മന്ത് 30 rupees, ഫോർത്ത് മന്ത് 40 rupees, ഫിഫ്ത്ത് മന്ത് 50 rupees ആണ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ എങ്ങനെയാണ്? ഇവിടെ നമുക്കൊരു സ്പെസിഫിക് പാറ്റേൺ ഫോളോ ചെയ്യും. അപ്പോൾ 10ൻ്റെയും 20ൻ്റെയും ഇടയ്ക്ക് ഡിഫറൻസ് എന്താണ്? 10 ആണ്. അതേപോലെ 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്ക് 10, 30ൻ്റെയും 40ൻ്റെയും 10, 40ൻ്റെയും 15. അതായത് ഒരു സ്പെസിഫിക് പാറ്റേൺ ഉള്ള ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഇതേപോലെ കോമൺ ഡിഫറൻസ് കാണുമ്പോൾ ആ പാറ്റേൺ സിഗ്നൽസ് സീക്വൻസിനെയാണ് നമ്മൾ എന്താ പറയുക? അരിത്മെറ്റിക് പ്രോഗ്രഷൻ പറയുക. അത് ചിലപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ആയിരിക്കാം, ഡിക്രീസിങ് ഓർഡർ ആയിരിക്കും, എങ്ങനെ വേണമെങ്കിൽ നോക്കുക. പക്ഷെ ഒരു കോമൺ ഡിഫറൻസ് എല്ലാ രണ്ട് നമ്പേഴ്സിന് ഇടയ്ക്കും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളത്. സപ്പോസ് 50, 40 അല്ലെങ്കിൽ 50, 45, 40, 35, 30. അപ്പോൾ ഇവിടെ എന്താണ് ഡിഫറൻസ് 5 ആണ്, പക്ഷെ ഡിക്രീസിങ് ഓർഡർ. ഇൻക്രീസിങ് ഓർഡർ ആകാം, ഡിക്രീസിങ് ഓർഡർ ആകാം, പക്ഷെ കോമൺ ഒരു ഫിക്സഡ് വാല്യൂ ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ഇതിലെപ്പോഴും നമ്മൾ ഈ ഫസ്റ്റ് ടേമിൽ എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഫസ്റ്റ് ടേം എ, ഈ കോമൺ ഡിഫറൻസ് ഡി പറയുന്നത് എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. അപ്പോൾ എ നമ്പർ ഓഫ് ടേംസ് പറയുന്നത് 5 എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം, കോമൺ ടേംസ്. അപ്പോൾ ഇവിടെ 10, 20, 30 ടേംസ് ഉണ്ട്. എവിടെയൊക്കെ ഫിക്സ് നമ്പർ വരുമ്പോൾ അതൊക്കെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഫസ്റ്റ് നമ്മൾ എ, ഡി, പിന്നെ എൻ 5. അപ്പോൾ സപ്പോസ് നമുക്ക് ഒരു 18ാമത്തെ ടേം, 18th ടേം ഇട്ടുകൊണ്ട് 20th ടേം 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ 10 ആഡ് ചെയ്തിട്ട് 5. പക്ഷെ അത് ഒരുപാട് വലിയ ടേംസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനൊരു ജനറൽ ടേം ഉണ്ട്. അപ്പോൾ ജനറൽ ടേം, അപ്പോൾ ആ ജനറൽ ടേമിന്റെ ഫോർമുല നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 8th ടേം. നമുക്കിപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 10ാമത്തെ ടേമോ 20ാമത്തെ ടേമോ ഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ ജനറൽ ഫോർമുല അല്ലെങ്കിൽ ജനറൽ ടേം പറയുന്നത് a plus n minus 1 into d. ഇപ്പോൾ 5, 9, 11 ഇങ്ങനെ ഒരു നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 20ാമത്തെ ടേം ഫൈൻഡ് ചെയ്യണം. 20th ടേം. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് നോക്കി, അതായത് ഡിഫറൻസ് നോക്കിയിട്ട് 5, 7, 9, 10. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് വരികയാണെങ്കിൽ 5, 7, 9, 10. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ an is equal to a plus n minus 1 ന് 20th ടേം നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഇതിന് ബേസ് ചെയ്തൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ ജനറൽ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദി 10th ടേം ഓഫ് ദി AP 2, 7, 12 etc. ഇതൊരു AP ആണ്. AP തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഒരു കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിന് 10ാമത്തെ ടേം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ 10th ടേം തന്നെ നമ്മൾ ആഡ് ചെയ്ത് ഫൈൻഡ് ചെയ്താൽ നമുക്ക് സുഖമാണ് ഈ ജനറൽ ഫോർമുല യൂസ് ചെയ്യും. an is equal to a plus n minus 1 into d. അപ്പോൾ ഇതിൽ ഓരോ ടേംസും നമ്മൾ എടുത്ത് എഴുതണം. അതായത് വാല്യൂസ് എല്ലാം നോക്കിയിട്ട് എഴുതണം. അതിനനുസരിച്ച് 10th ടേം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തെങ്കിൽ ആദ്യം നമുക്ക് a അറിയാം. അപ്പോൾ a പറയുന്നത് ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ ഈ ഒരു a ഫസ്റ്റ് ടേം എന്താണ് വരുന്നത്? 2. അപ്പോൾ a equal to 2. അടുത്തത് d. d പറയുന്നത് എന്താണ്? ഈ ഫസ്റ്റ് രണ്ട് നമ്പർ സെക്കൻഡ് തേർഡ് നമ്പറിന്റെ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള. a പറയാണെങ്കിൽ തീർച്ചയായും സെയിം ആയിട്ടുള്ള
എന്താണ് 5. അപ്പോൾ എ ബി ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് നമ്പേഴ്സിനും ഡിഫറൻസ് ചെയ്യണം. അപ്പോൾ ഡി ഫൈൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് A2 മൈനസ് A, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. 7 മൈനസ് 2 5. അപ്പോൾ ഇവിടെ എത്രാമത്തെ ടേമാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാമെന്ന് അതാണ് 10. അപ്പോൾ ഇനി നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് കിട്ടി സ്ട്രെയിറ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ AN പറയുമ്പോൾ 10ാമത്തെ ടേമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. A10 എഴുതുക. A വാല്യൂ നമുക്ക് കിട്ടി 2 പ്ലസ് n മൈനസ് 1 ഇതാണ്. n പറയുന്നത് 5 ആണ് മൈനസ് 1. D എന്താണ്? n പറയുന്നത് 10 ആണ്. n 10 ആണ്. ഡിഫറൻസ് ആണ് 10 മൈനസ് 1 ഇൻറ്റു 5. 2 പ്ലസ് 1. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാക്കറ്റിലുള്ളതിലാണ് ഫസ്റ്റ് ചെയ്യാറ്. ബ്രാക്കറ്റിലുള്ളത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാറുള്ളത്. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാസ്. അപ്പോൾ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് അത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ ഏത് കാൽക്കുലേഷൻ ആയിക്കോട്ടെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യാൻ പാടും. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ചെയ്ത ശേഷം ഓഫും ഡിവിഷനും നമുക്കില്ല. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ മാത്തമാറ്റിക്കലി ഉള്ള കോൺസ്റ്റന്റ് റൂൾ പറയുന്നത്. 10 മൈനസ്